വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുള്ളയുടെ ഇത്ഹാഫുൽ കിറാം എന്ന് പറയുന്ന ആദാബുകളെക്കുറിച്ച് പറയുന്ന ഹദീസിൻ്റെ പുസ്തകത്തിലാണ്. അയൽവാസികളായ ആളുകൾക്ക് അവരുടെ അയൽവാസികളോട് നമുക്ക് വളരെ ഭാരിച്ച വളരെ മഹത്തായ ബാധ്യത ദീനുൽ ഇസ്ലാമിൽ ഉണ്ട്. അത് നമ്മുടെ കുടുംബവുമായി ബന്ധമുള്ള ആളുകളാണെങ്കിലും ഇനി കുടുംബവും ബന്ധമൊന്നുമില്ല എങ്കിലും മുസ്ലിമീങ്ങളാണെങ്കിലും മുസ്ലിമീങ്ങളല്ലെങ്കിലും മറ്റ് മതക്കാരാണെങ്കിലുമൊക്കെ ദീനുൽ ഇസ്ലാമിൽ നമ്മുടെ അയൽവാസികളായ ആളുകൾ അവരുമായുള്ള അതിമഹത്തായ നല്ല ബന്ധം അത് പുലർത്താൻ ദീനുൽ ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കൂടെ അതിൻ്റെ മേൽ അറിയിക്കുന്ന ആയത്തുകൾ വന്നതുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പല രൂപേണ പല ആയത്തുകളിൽ കൂടെ അതിനെക്കുറിച്ച് പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞ ഹദീസുകളുണ്ട്. പ്രവാചകന്റെ പ്രവർത്തനങ്ങളിൽ കൂടെ ആ പറയുന്ന കാര്യങ്ങൾ നമ്മെ അറിയിച്ച സംഭവങ്ങളുമുണ്ട്. ജൂതന്മാരായ ആളുകളും അവരുടെ വീടുമൊക്കെ പ്രവാചകന്റെ വീടിൻ്റെ അടുത്തുണ്ടായ സമയത്ത് അവരോടുള്ള ആ സമീപനം കാര്യങ്ങളൊക്കെ ഹദീസുകളിൽ വന്നതാണ്. ഇവിടെ ഷെയ്ഖ് ഹഫിളഹുള്ള പറയുന്ന ഈ ഹദീസ് അൻ അനസിൻ റളിയല്ലാഹു അൻഹു അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല വല്ലദീ നഫ്സി ബിയദിഹി ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഹിബ്ബ ലിജാരിഹി ഔ ഖാല ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി മുത്തഫഖുൻ അലൈഹി. ബുഖാരി മുസ്ലിം റഹിമഹുമുള്ളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയാണ്, വല്ലദീ നഫ്സി ബിയദി, ഏതൊരുത്തൻ്റെ കയ്യിലാണ് എൻ്റെ നഫ്സുള്ളത് അവൻ തന്നെയാണ് സത്യം. കാര്യം വളരെ ഗൗരവമുള്ളതായതുകൊണ്ടും ഉമ്മത്തിനെ ഇതിൻ്റെ പ്രാധാന്യം ഉണർത്താൻ വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം സത്യം ചെയ്തുകൊണ്ട് പറയാണ്, ലാ യുഅ്മിനു അബ്ദുൻ, ഒരു മനുഷ്യൻ യഥാർത്ഥ മുഅ്മിനാവുകയില്ല, അവൻ്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല, ഹത്താ യുഹിബ്ബ ലിജാരിഹി, അവൻ്റെ അയൽവാസിക്ക് അവൻ ഇഷ്ടപ്പെടുന്നത് വരെ. മറ്റു റിവായത്തിലുള്ളത് ലി അഖീഹി എന്നുള്ളതാണ്. ലി അഖീഹി, ഈ പറയുന്ന ആദർശത്തിലുള്ള സാഹോദര്യം, കുടുംബപരമായ സാഹോദര്യം, ആ നിലക്കുള്ള അവന് ഇഷ്ടപ്പെടുന്നത് വരെ. മാ യുഹിബ്ബു ലിനഫ്സിഹി, അവൻ്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നു. ഉലമാക്കൾ ഈ ഹദീസ് അത് പറയുന്ന സമയത്ത് മിനൽ ഖൈരി എന്നുകൂടി എടുത്ത് പറയലുണ്ട്. ചില ആളുകൾക്ക് വള്ളടി ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് പൊടി ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് മറ്റുള്ള സ്ത്രീകളെ ശല്യം ചെയ്യൽ ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് എൻ്റെ സഹോദരനും ഇഷ്ടപ്പെടാ എന്നതിനർത്ഥമല്ല. ചില ആളുകൾക്ക് മറ്റുള്ള ആളുകളെ ഇൻസൾട്ട് ചെയ്യണത് ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് വേറെ പരിഹസിക്കുന്നത് ഇഷ്ടമായിരിക്കും. പല തിരക്കാരാണ് മനുഷ്യന്മാർ. അപ്പം നല്ല കാര്യങ്ങൾ, നല്ലതായ കാര്യങ്ങൾ തനിക്ക് ഏതൊക്കെ ഇഷ്ടമുണ്ടോ, മറ്റൊരാളുകൾ നമ്മോട് നല്ല നിലക്ക് ഒരു പെരുമാറുന്നത് നമുക്കിഷ്ടമാണ്, മറ്റൊരാൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യുന്നത് നമുക്കിഷ്ടമാണ്, മറ്റൊരാൾ നമ്മോട് ഒരു പ്രസന്നതയുള്ള തെളിയുള്ള ഒരു മുഖത്തോടു കൂടെ അഭിമുഖീകരിക്കുന്നത് നമുക്കിഷ്ടമാണ്, മറ്റൊരാളുകൾ നമ്മെക്കുറിച്ച് നല്ലത് പറയുന്നത് ഇഷ്ടമാണ്. ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ ദുന്യവിയായി നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത് ഇഷ്ടമാണ്, സാമ്പത്തികമായ ശേഷി ഉണ്ടാകുന്നത് ഇഷ്ടമാണ്, ആഫിയത്തുണ്ടാകുന്നത് ഇഷ്ടം. ഈ പറയുന്ന നല്ല കാര്യങ്ങൾ ദീനിലും ദുന്യാവിലുമുള്ള നല്ല കാര്യങ്ങൾ, നല്ലൊരു വീടുണ്ടാകുന്നത് ഇഷ്ടമാണ്, നല്ലൊരു വാഹനം ഉണ്ടാകും, ഈ പറയുന്നത് പോലെ അതൊക്കെ തൻ്റെ അയൽവാസിക്കും ഇഷ്ടപ്പെടാൻ ഉള്ളൊരു മാനസികമായ അവസ്ഥ ഒരാൾക്കുണ്ടാകും. എനിക്കൊക്കെ പറ്റും, അയൽവാസിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് കാണുമ്പോക്കിന് എൻ്റെ കണ്ണും മോറും വാട്. അതല്ലെങ്കിൽ തൻ്റെ സഹോദരൻ എന്തെങ്കിലും കാണുമ്പോഴേക്ക് അവനെന്തെങ്കിലും നിയമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലോ ദുന്യാവിലോ കൊടുത്തതാണെങ്കിൽ ഇവന് അത് മാനസികമായിട്ട് അത് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക. അത് ഹസദിലേക്ക് പോകും, അത് വിദ്വേഷത്തിലേക്ക് പോകും, അത് വെറുപ്പിലേക്ക് പോകും. ഹസദ് എന്ന് പറയുന്നതൊക്കെ ഈ മനുഷ്യൻ്റെ ദീനും ദുന്യാവും നശിപ്പിക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് അസൂയ ഉണ്ടാവുക എന്ന് പറയുന്നത് മറ്റുള്ളവരോട് അസൂയ വിദ്വേഷം പോക്കെ ഈ മനുഷ്യൻ്റെ ദീനും ദുന്യാവും അത് തകർക്കുന്നതാണ്. അതിൽ ഇവന് പരാജയം മാത്രമേ ഉണ്ടാകുള്ളൂ. അള്ളാഹുവിനോട് എഴുത്തിറാളാണ്, വിമർശനമാണ്. എന്തുകൊണ്ട് അവന് കൊടുത്തു, എന്തുകൊണ്ടൊക്കെ അവർക്കുണ്ടായി? ഇതങ്ങനല്ല. എനിക്ക് ഏതൊക്കെ കാര്യങ്ങൾ നിയമത്താണ് ഇഷ്ടപ്പെടുന്നത് അതൊക്കെ തൻ്റെ അയൽവാസിക്ക്, തൻ്റെ സഹോദരനും ഉണ്ടാവണം. അവനത് കാണുക, അതിലൊരു സംതൃപ്തി, അതിൽ മനം നിറഞ്ഞുകൊണ്ട്, അതിൽ സന്തോഷമുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതിൽ അവനത് നിലനിൽക്കാൻ വേണ്ടി ദുആ ചെയ്ത് കൊടുത്തുകൊണ്ട്
ഇന്ന് ആളുകളുടെ ഇടയിൽ നമുക്ക് പലപ്പോഴും അറിയുന്ന കാര്യങ്ങളാണ് ഈ അസൂയ, അതേപോലെ തന്നെ കണ്ണേറ്, മറ്റുള്ള ആളുകൾക്കുള്ള ഉപദ്രവങ്ങൾ, നിയമത്തുകൾ കണ്ടാൽ നല്ല വാക്ക് പോലും പറയാതെ ബാറക്കല്ലാ എന്നൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ തയ്യാറാകാതെ സദസ്സിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു അവർക്ക് കൊടുത്ത നിയമത്തുകൾ അവന് തരക്കടില്ല, അവർക്ക് മെച്ചത്തിലാണ്, നമ്മൾ മോശത്തിലാണ്. ഇത് അള്ളാഹുവിൻ്റെ നിയമത്ത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളോട് വിമർശനമായി മാറും. അത് വലിയ അപകടത്തിലേക്ക് ഈ വ്യക്തിയെ എത്തിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ കൂടെ പറയുന്നത് തൻ്റെ സഹോദരന്, അയൽവാസിയായിട്ടുള്ളവനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും എനിക്ക് എന്തൊക്കെയാണോ ഇഷ്ടപ്പെടുന്നു അതൊക്കെ അവനും ഇഷ്ടപ്പെടാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നത് വരെ മനുഷ്യൻ്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല. സൂറത്തു നിസാഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അല്പം ദീർഘമായ ആ ആയത്ത്, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാൻ അൽ ഹുഖൂഖുൽ അശറ എന്ന് പറയുന്ന 10 ഹക്കുകൾ, അള്ളാഹുവിനോടുള്ള ഹക്കും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വിഭിന്നമായ ആളുകളോടുമുള്ള 10 അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ആ ദീർഘമായ ആയത്തിൽ ഈ പറയുന്ന ജാറിൻ്റെ കാര്യം അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ പറയുന്നത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ഒരു അടിമക്ക്, ഒരു വ്യക്തിക്ക്, ഒരു പടപ്പിന്, ഒരു മനുഷ്യന് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഹക്ക് അള്ളാഹുവിനോടുള്ള ഈ തൗഹീദുല്ലാഹിയാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് നിർബന്ധമാക്കിയ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, നോമ്പാവട്ടെ, നിസ്കാരാവട്ടെ, ഹജ്ജാവട്ടെ, മറ്റുള്ള ഏത് ബാധ്യതകളാണെങ്കിലും അതിൻ്റെയൊക്കെ മികച്ചു നിൽക്കുന്ന, അതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നതാണ് തൗഹീദുല്ലാഹി. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അതിന് അർഹൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. ബിംബങ്ങളോ വിഗ്രഹങ്ങളോ അതല്ലെങ്കിൽ സൂര്യനോ ചന്ദ്രനോ പ്രവാചകന്മാരോ അതല്ലെങ്കിൽ മലക്കുകളോ പുണ്യപുരുഷന്മാരോ ഔലിയാക്കളോ അവരാരും ഇബാദത്തിന് അർഹരല്ല. വലാ തുശ്രികൂ ബിഹി ഷൈഅ, അള്ളാഹു അവൻ്റെ അടിമകളോട് വിരോധിച്ച ഏത് തെറ്റായ പാപങ്ങളുണ്ടോ, വിചാരമുണ്ടോ, മദ്യപാനമുണ്ടോ, കളവുണ്ടോ, കൊലയുണ്ടോ, ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അതിൻ്റെയൊക്കെ മേലെ നിൽക്കുന്ന വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ, തെറ്റുകൾ, മഅസിയത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മേലെ നിൽക്കുന്നതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് മറ്റൊന്നിനെ, ഒരു വസ്തുവിനെയോ വ്യക്തിയെയോ പങ്കു ചേർക്കുക എന്ന് പറയുന്നത്. അള്ളാഹു അവൻ്റെ അടിമകളായ നമ്മോട് വിരോധിച്ച ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് ശിർക്ക് എന്ന് പറയും. അത് നിങ്ങൾ ചെയ്യരുത്, അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാൻ കാരണം അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ്. ഈ ലോകത്തുള്ള മുഴുവത്തിന് സൃഷ്ടിക്കുക എന്ന് പറയുന്ന ആ വലിയ ഒരു പണി അത് ചെയ്തത് അള്ളാഹുവാണ്. ആ പറയുന്ന കാര്യം ഇവിടെ ചെയ്ത ഒരാളുമില്ല, താനും ഒരു വസ്തുവും ഒരു വ്യക്തിയുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു ഇബാദത്തിന് അവൻ അർഹനാണ്. അവനെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന, നിയന്ത്രിക്കുക എന്ന് പറയുന്ന, ജീവിതം മരണം അത് ഉടമപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമായതുകൊണ്ട് തന്നെ ഇബാദത്തിന് അവൻ മാത്രം അർഹനായി എന്നുള്ളതാണ്. അതല്ലാതെ അർഹതയും യോഗ്യതയുമില്ലാതെ ഒരു അവകാശം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുക, അത് അവൻ ഉണ്ട് എന്ന് പറയുന്ന വാദിക്കല്ല. അർഹത ഉണ്ടായത് കൊണ്ടാണ് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞു. പിന്നെ വബിൽ വാലിദൈനി ഇഹ്സാന, ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മാതാപിതാക്കളോടുള്ള ഹക്കുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് വന്ന ഹദീസുകളും ആയത്തുകളും നമ്മൾ കേട്ടിരുന്നു. മാതാപിതാക്കൾ, ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് വരാൻ കാരണക്കാരായ സൃഷ്ടികൾ അള്ളാഹുവിൻ്റെ ശേഷം അവൻ്റെ മാതാപിതാക്കളാണ്. അവൻ ഈ ലോകത്ത് വരുന്നതിൻ്റെ മുമ്പും ഈ ലോകത്ത് വന്നതിൻ്റെ ശേഷവും അവന് ചിറകുമുളക്കുന്നതിൻ്റെ മുമ്പ് അവന് വേണ്ടി ഒരുപാട് ത്യാഗം അവൻ്റെ മാതാപിതാക്കൾ സഹിക്കുന്നുണ്ട്. ഇനി അവൻ പ്രാപ്തനായി പക്വതയൊക്കെ എത്തിയാൽ പോലും മാതാപിതാക്കൾ അവൻ്റെ കാര്യത്തിൽ ഉത്കണ്ഠാകുലരായിരിക്കും. അല്ലേ, മക്കൾ വലുതായി, അവർ വിവാഹം കഴിച്ചു, അവർക്ക് മക്കളുണ്ടായി, മക്കളുണ്ടായാലും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മുഴുവനും ഈ പറയുന്ന മക്കളുടെ കാര്യത്തിൽ ഉത്കണ്ഠയിലായിരിക്കും. ഇവരുടെ കാര്യത്തിൽ അവർ പേടിയിലും ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ ജാഗ്രതയിലുമായിരിക്കും. വബിൽ വാലിദൈനി ഇഹ്സാൻ വബിദിൽ ഖുർബ, അതേപോലെ തന്നെ കുടുംബങ്ങളുണ്ടാകും. നമ്മുടെ കുടുംബക്കാരായ ആളുകൾ, മാതാപിതാക്കളുടെ ഭാഗത്തിൽ കൂടെ നമുക്കുള്ള കുടുംബങ്ങളുണ്ടാകും. വൽ യതാമ, യതീമുകൾ, മാതാവും പിതാവും നഷ്ടപ്പെട്ടവരുണ്ടാകും. പൂർണ്ണമായി നിസ്സഹായരായ അബലരായ ആളുകളാണ്. മാതാവ് നഷ്ടപ്പെട്ടു, പിതാവ് നഷ്ടപ്പെട്ടു. അതല്ലെങ്കിൽ പിതാവ് നഷ്ടപ്പെട്ടു, അവൻ്റെ ജീവിത ഉപാധികൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന, അവന് സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്
അതിനുവേണ്ടി അധ്വാനിച്ച് ജോലി ചെയ്ത് സംഘടിപ്പിച്ചു കൊടുക്കുന്ന പിതാവ് നഷ്ടപ്പെട്ടു. അങ്ങനത്തെ ആളുകൾ യത്തീമുകൾ 2 നിലക്കും ഉണ്ടാകും. ആ പറയുന്ന യത്തീമുകളുടെ കാര്യത്തിൽ ദീനുൽ ഇസ്ലാമിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അവരൊരിക്കലും സമൂഹത്തിൽ നിസ്സഹായരായി താങ്ങും തണലുമില്ലാതെ അവർക്ക് സംരക്ഷണമില്ലാതെ പാഴാകുന്ന അവസ്ഥയുണ്ടാകരുത്. അതുകൊണ്ട് തന്നെ യത്തീമുകൾക്ക് സംരക്ഷണം നൽകുന്ന കാര്യത്തിൽ പ്രോത്സാഹനമുള്ളതുപോലെ യത്തീമുകളുടെ സമ്പത്ത് ഒരാൾ അവിഹിതമായി അന്യായമായി അർഹതയില്ലാതെ അവൻ്റെ വയറ്റിലാക്കുന്നത് വളരെ ഗൗരവത്തോടുകൂടി ദീനുൽ ഇസ്ലാമിൽ പറഞ്ഞത്. യത്തീം ഖാനകൾ ഉണ്ടാക്കി യത്തീം കുട്ടികളുടെ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ആളുകളിൽ നിന്ന് കാശുകൾ പിരിച്ച് ഫണ്ടുകൾ സംഘടിപ്പിച്ച് അത് എന്ത് ദുരുപയോഗം ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ പാപമാണ്, വളരെ വലിയ കുറ്റമാണ്. ദീനുൽ ഇസ്ലാമിൽ വളരെയധികം ഗൗരവത്തോടുകൂടെ ആയത്തുകളിൽ കൂടെ ഹദീസുകളിൽ കൂടെ ആക്ഷേപിക്കപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ മിസ്കീന്മാരായ ആളുകൾ, ഫക്കീർ മിസ്കീൻ, നമുക്കറിയാം സമൂഹത്തിൽ ഫുഖറാക്കൾ, ഫക്കീർ മിസ്കീന് രണ്ടും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫക്കീർ വേറെയാണ്, മിസ്കീന് വേറെയാണ്. ഇനി ഒന്ന് മാത്രം പറയുകയാണെങ്കിൽ അതിൽ രണ്ടും അതിൽ പെടും ചെയ്യും. ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അവൻ്റെ ജീവിത ഉപാധിക്ക് ആവശ്യമായ ഒന്നുമില്ലാത്തവനാണ്, വെറും കൈ മാത്രമുണ്ട്, മറ്റുള്ളൊരു വിഭവം അവൻ്റെ കയ്യിലില്ല. ഫക്കീർ എന്ന് പറഞ്ഞു 10 പൈസക്ക് ഗതിയില്ലാത്ത. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അവന് ജീവിത ഉപാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് അവൻ്റെ കയ്യിൽ വരുന്നുണ്ട്, പക്ഷേ കിട്ടിയത് തികയുന്നില്ല. ഓന് 20,000 രൂപൻ്റെ ആവശ്യമുണ്ട് ഓരോ മാസത്തിലും, പക്ഷേ അവന് 10,000 സാലറി ഉള്ളൂ. അവൻ ഈ 10,000 കൊണ്ട് അവൻ്റെയും അവൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്ത നിസ്സഹായതയിലാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായി നിഅമത്തും കഴിവുകളും പ്രാപ്തിയുമൊക്കെ നൽകിയ ആളുകൾ ഈ പാവങ്ങൾക്ക് സഹായിക്കും. അതേപോലെ തന്നെ പാവങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ ഇന്ന് പല ആളുകളും പാവങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങളായ ആളുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് പരിഗണിക്കാതെ മറ്റ് മതക്കാരെ സഹായിക്കാൻ വേണ്ടി പേരെടുക്കാനൊക്കെ പോകുന്ന പല ആളുകളെയും കാണാം. സത്യത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് സഹായിക്കേണ്ടത്. അവരെ സഹായിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് അനുസരിക്കുന്നൊരു വ്യക്തിയാകൽ. മറ്റുള്ള മതക്കാരെ സഹായിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പല ആളുകളും സാമ്പത്തികമായ ശേഷിയും കാര്യമൊക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ പലപ്പോഴും അവിടെ കൊടുത്തത് ഇവിടെ കൊടുത്തതൊക്കെ കോടികൾ മറിച്ചതൊക്കെ ചിലത് കേൾക്കുന്നത് മറ്റ് മതക്കാരായ ആളുകൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്കുമൊക്കെ കൊടുക്കുന്നത് പലപ്പോഴും കാണാം. മുസ്ലിമീങ്ങൾക്ക് തന്നെ അതിലുള്ള പാവങ്ങളായ ആളുകളെ തെരഞ്ഞുപിടിച്ച് അവർക്ക് കൊടുക്കുക. മിസ്കീന്മാർ അള്ളാഹു കൽപ്പിച്ചതാണ്, അവൻ്റെ റസൂൽ നമ്മോട് ഉപദേശിച്ചതാണ്. പിന്നെ വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബ്. ജാറുൽ ഖുർബ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ ബന്ധമുള്ള അയൽവാസികൾ, സഹോദരനാണ്, അതെങ്കിൽ സഹോദരിയാണ്, അതല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരനാണ്, മാതാവിൻ്റെ സഹോദരിമാരാണ്, കുടുംബ ബന്ധമുള്ളവരാണ്. അതോടുകൂടെ വീടിൻ്റെ അടുത്താണ് അവർ, നമ്മുടെ അയൽവാസികളായിട്ട് അവർ വീട് വെച്ച് താമസിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വൽജാരിൽ ജുനൂബി എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുംബപരമായിട്ട് ബന്ധമല്ല, പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്ത് വേറെ ആൾ 10 സെൻറ്റ് സ്ഥലം വാങ്ങി 5 സെൻറ്റ് സ്ഥലം വാങ്ങി വേറെ കുടുംബക്കാരും വേറെ നാട്ടുകാരും വന്ന് വീട് വെച്ച് താമസിക്കുന്നുണ്ട്. അവൻ നമ്മൾ കുടുംബബന്ധം കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്താണ്, അയൽവാസിയാണ്. അവരോട് നല്ല നിലക്ക് വർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു ഈ ആയത്തിൽ. അതേപോലെ വസ്സാഹിബി ബിൽ ജംബി എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്രയിലോ തൊഴിലിലോ ഒക്കെ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകന്മാർ, സഹപാഠികൾ, അവരോട് നല്ല നിലക്ക് വർത്തിക്കണം. മറ്റ് മതക്കാരാണെങ്കിൽ പോലും ഈ അയൽവാസികൾ, മറ്റ് മതക്കാരാണെങ്കിൽ പോലും ഈ സഹപ്രവർത്തകർ, സഹപാഠികൾ, അവരോട് നല്ല നിലക്ക് വർത്തിക്കണം. അവരോട് നല്ല നിലക്ക് വർത്തിക്കണം. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ജയിലിൽ കടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഷിർക്ക് ചെയ്യുന്ന 2 കൂട്ടുകാർ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന 2 കൂട്ടുകാരായിരുന്നു. മഹാനായ ആ പ്രവാചകനും ജയിൽ പുള്ളിയാണ്. ഇല്ലാത്ത ഒരു തെറ്റ് ആരോപിക്കപ്പെട്ട് അദ്ദേഹത്തിന് ജയിലിൽ കൊണ്ടുപോയിട്ടതായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ മുശ്രിക്കീങ്ങളായ 2 ജയിൽ പുള്ളികളുമുണ്ടായിരുന്നു. കുറച്ച് ദിവസത്തെ ആ സഹവാസത്തിൻ്റെ ശേഷം ആ 2 മനുഷ്യർക്കും ഈ യുവാവ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന അദ്ദേഹത്തിനെ കുറിച്ചുള്ള മതിപ്പ് അനുഭവപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവം, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത, അദ്ദേഹത്തിൻ്റെ നല്ല നിലക്കുള്ള പെരുമാറ്റങ്ങൾ, അവർ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചോദിക്കുന്ന ആ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യൂസുഫ് അയ്യുഹസ്സുദ്ദീ, സത്യസന്ധതൻ, പൂർണ്ണമായി ഇത്തരം സിദ്ക്ക് പാലിക്കുന്ന യൂസുഫെ എന്നാണ് അവർ അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യുന്നത്. മുസ്ലിമീങ്ങളായ ആളുകൾ
ഈ പറയുന്ന നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവണം. കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, കൂടെ പഠിക്കുന്ന ആളുകൾ, അടുത്ത് കച്ചവട സ്ഥാപനമുള്ള ആളുകൾ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളുകൾ, അവരുമായിട്ടുള്ള ഈ നല്ല സ്വഭാവത്തോടു കൂടെ പെരുമാറാൻ നമ്മൾ തയ്യാറാവണം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജയിലിൽ വെച്ച് അവർക്ക് അഭിമാനത്തോടു കൂടെ, ആദരവോടുകൂടെ അവർ അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കുകയും പിന്നീട് അവർ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അത് പറയുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ മുമ്പായി ദഅവത്ത് നടത്തുകയും ചെയ്ത സംഭവങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പം നല്ല സ്വഭാവത്തിൽ നമ്മൾ വർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ദീനും തന്നെ അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ നല്ല പെരുമാറ്റത്തിൽ അവരോട് പെരുമാറുമ്പോൾ ഇടപാടിന് നല്ല ആളാണ്, സത്യസന്ധ. ഇപ്പം അടുത്ത് അടുപ്പിക്കാൻ പറ്റൂല. കാശിൻ്റെ കാര്യത്തിൽ ഇവനെ വിശ്വസിക്കാൻ തന്നെ കൊള്ളൂല. താടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് മുഖ്ബിൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ചില ആളുകൾ താടിനെ കുറ്റം പറയും. താടിക്കല്ല പ്രശ്നം, ആ താടി വച്ച വ്യക്തിൻ്റെ അടുത്താണ് പ്രശ്നങ്ങൾ. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളത് മാറ്റിയാൽ, സത്യസന്ധതയോടുകൂടെ നമ്മൾ വർത്തിച്ചാൽ, നമ്മുടെ അടുത്ത് നീതിയുണ്ട്, നമ്മുടെ അടുത്ത് നല്ല പെരുമാറ്റമുണ്ട്, നമ്മുടെ അടുത്ത് മാന്യമായ ഇടപാടുണ്ട്, കളവോ വഞ്ചനയോ ചതിയോ മറ്റുള്ള വൃത്തികേടുകളില്ല എന്ന് മറ്റ് മതക്കാരായ ആളുകൾ മനസ്സിലാക്കിയാൽ ഇന്നും നമ്മുടെ ദീന് നമുക്ക് അവരെ മുന്നിൽ പോയി കണ്ട് പറഞ്ഞു കൊടുക്കാൻ ഈ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്, സൗകര്യവും. പക്ഷേ നമ്മുടെ പല ആളുകളും മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്നു, ദീനിൻ്റെ വക്താക്കളാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ അവർ ഈ പറയുന്ന അള്ളാഹും അവൻ്റെ റസൂലും നമ്മോട് കൽപ്പിച്ച ആദാബുകൾ അത് കൈയൊഴിഞ്ഞത് കൊണ്ട് അവർക്ക് നമ്മളെ കയ്യിലുള്ള ദീനിനും പേടിയാണ്, നമ്മുടെ ഈ വേഷത്തിനും പേടിയാണ്. അതിന് കുറ്റക്കാരവരല്ല, നമ്മളാണ്. അത് തിരുത്തൽ ബാധ്യസ്ഥർ നമ്മളാണ്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അയൽവാസിയോട് കാണിച്ച ഒരു സംഭവം ഖതീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ താരീഖ് ബഗ്ദാദി എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട്. ഖതീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി താരീഖ് ബഗ്ദാദി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അബൂ ഹനീഫ അദ്ദേഹത്തിൻ്റെ അയൽവാസിയോട് കാണിച്ച ഒരു പെരുമാറ്റം. അബൂ ഹനീഫിൻ്റെ അയൽവാസി ഒരു കൈത്തൊഴിൽ ചെയ്യുന്ന ഒരാളായിരുന്നു. തുകലും കാര്യങ്ങളൊക്കെ, മൃഗങ്ങളുടെ തുകലും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് ഷൂവും ചെരുപ്പും അങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ കൈ കൊണ്ട് തുന്നിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു കൈത്തൊഴിൽ ചെയ്യുന്ന ജോലിക്കാരനായിരുന്നു, അയൽവാസിയായിരുന്നു. അവൻ്റെ പരിപാടി പകൽ സമയത്ത് പൂർണ്ണമായിട്ട് ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ആ വരുമാനം കാശുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഓരോ ബോട്ടിലും വാങ്ങി വരും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് നന്നായിട്ട് മദ്യം കഴിക്കും. മദ്യം കഴിച്ചതിൻ്റെ ശേഷം പിന്നെ അവൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടാൽ രാത്രി ഒരുപാട് സമയത്ത് ഉറക്കില്ലാതെ ആ മനുഷ്യൻ അവിടെ ഇരുന്നിട്ട് പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പറയുന്ന സമയത്തിൻ്റെ ഒരു പദ്യം പറയുമായിരുന്നു എന്ന്, അയൽവാസിനെ എന്നെ ആരും നോക്കാനില്ല, എന്നെ ആരും പരിഗണിക്കാനില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്യം ആ മനുഷ്യൻ, അലാഊനി വഅയ്യഫതൻ അലാഊ, അവരിൻ്റെ കാര്യം ആരും ശ്രദ്ധിക്കാനില്ല, അയൽവാസികളെ വേറുള്ള തിരിഞ്ഞു നോക്കണില്ല, ഇന്നാരും പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല പദ്യങ്ങളും പറഞ്ഞുകൊണ്ട് അബൂ ഹനീഫ റഹിമഹുള്ള രാത്രി പൂർണ്ണമായിട്ടും നിന്ന് നിസ്കരിക്കലായിരുന്നു. കുറഞ്ഞ സമയമേ അദ്ദേഹം ഉറങ്ങലുള്ളായിരുന്നു. ബാക്കിയുള്ള സമയത്തൊക്കെ എണീറ്റ് നിന്ന് നിസ്കരിക്കലായിരുന്നു എന്ന്. അദ്ദേഹം ഈ വ്യക്തി യുവാവ് എന്ന് വന്നാലും വീട്ടിൽ അടുത്ത് വന്നു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് അത് പാചകം ചെയ്ത് കഴിക്കും, മദ്യം കഴിക്കും. ബുദ്ധി നഷ്ടപ്പെട്ടാൽ പിന്നെ ഈ പറയുന്ന ഒച്ചയും വിളിയായിട്ട് അവിടെ കഴിച്ചുകൂട്ടും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഈ മനുഷ്യൻ്റെ സംസാരം കേൾക്കണില്ല. അടുത്ത വീട്ടിൽ നിന്ന് പിന്നെ മുമ്പത്തതുപോലെ രാത്രി സമയത്ത് അവൻ്റെ ശബ്ദം കേൾക്കാതെന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എവിടെ ഇപ്പം നമ്മുടെ അയൽവാസി, എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, വള്ളടിച്ചിട്ട് അങ്ങാടിയിൽ വെച്ചിട്ട് കുഴപ്പമുണ്ടാക്കിയിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ട് ജയിലിട്ടേക്കണു എന്നുള്ള വിവരം കൊടുത്തു. അവനെ പോലീസുകാർ കൊണ്ട് ജയിലിട്ടേക്കണു. അപ്പോൾ അബൂ ഹനീഫ റഹിമഹുള്ള ഫജർ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ കോവർ കഴുതൽ പുറത്ത് കയറിയിട്ട് അമീറിൻ്റെ കൊട്ടാരം ലക്ഷ്യം വെച്ച് കൊണ്ടു ചെന്നു. അമീറിൻ്റെ പാറാവുകാരോട് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാനുണ്ട്, അനുവാദം വാങ്ങിത്തരികയും. അപ്പോൾ അമീർ പറഞ്ഞു, അബൂ ഹനീഫക്ക് ഇങ്ങോട്ട് വാഹനത്തിൻ്റെ പുറത്ത് തന്നെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് വരാൻ അനുവാദം കൊടുക്കുകയും, അഥവാ ബഹുമാനം ആദരവും അതിന് മാത്രം ഉണ്ടായതുകൊണ്ട് എൻ്റെ ഈ വിരിപ്പിലേക്ക് നടന്നു വരാൻ ഇടവരുത്തരുത്, വാഹനത്തിൻ്റെ പുറത്ത് തന്നെ വരാൻ വേണ്ടി അനുവാദം കൊടുക്കുകയും ബഹുമാനം ആദരവും കൊടുക്കുകയെന്നുള്ളത്. അങ്ങനെ ചെന്നു. അദ്ദേഹത്തിനെ കണ്ട സമയത്ത്, എന്താണ് നിങ്ങൾക്ക് ആവശ്യം, എന്താവശ്യത്തിനാണ് വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഒരു കഴുത്തൊയിലും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന പാവം അയൽവാസി ഉണ്ടായിരുന്നു, പോലീസുകാരും അവനെ പിടിച്ചു കൊടുന്ന് ഇവിടെ ജയിലിട്ടിട്ടുണ്ട്, കുറച്ച് ദിവസമായിട്ട് അവിടെ കാണില്ല.
അപ്പോൾ അമീർ അന്വേഷിച്ചു പിടിച്ചു, ഇന്ന ആളാണ് വ്യക്തി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജോലിക്കാരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓനെ മോചിപ്പിച്ച് ഒഴിവാക്കി. അന്നത്തെ ആ രാത്രി ഇവിടെ അറസ്റ്റ് ചെയ്ത ആളുകൾ ആരൊക്കെയുണ്ടോ അബൂ ഹനീഫനെ ആദരിച്ചുകൊണ്ട് അവരെയും മോചിപ്പിച്ചോളി എന്ന് പറഞ്ഞു. ഈ വ്യക്തിയെയും ആ വ്യക്തിൻ്റെ അവനെ അറസ്റ്റ് ചെയ്ത പിടിച്ച ദിവസത്തിലുള്ള മറ്റുള്ള ആളുകളെയും മോചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോരുന്ന സമയത്ത് അബൂ ഹനീഫ് അദ്ദേഹത്തിൻ്റെ മൃഗത്തിൻ്റെ പുറത്ത് കയറി ഇങ്ങനെ പോരുന്ന സമയത്ത് ആ യുവാവ് പിന്നിൽ നടന്നിങ്ങനെ വന്നു. അപ്പോൾ അവനോട് ചോദിച്ചു, എന്നെ ആരും പരിഗണിക്കണില്ല, ഞങ്ങളൊക്കെ എന്നെ പാഴാക്കിയെന്ന് പറഞ്ഞിരുന്നു, ഇപ്പം എൻ്റെ കാര്യം എന്താണ്, നമ്മളെന്നെ കൈവിട്ടോ അതോ നിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ലാ 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 ബൽ ഹഫിൽ തവറഅയ്ത്, നിങ്ങൾ പരിഗണിച്ചു, നമ്മളെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ വേണ്ടത് ചെയ്തു, ജസാക്കല്ലാഹു ഖൈറൻ, ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറയുകയും അവൻ്റെ ആ വൃത്തികെട്ട സ്വഭാവത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് നല്ല ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. ഖതീബുൽ ബഗ്ദാദി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ താരീഖ് ബഗ്ദാദി എന്ന് പറയുന്നതിൽ പറയുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന നല്ല സ്വഭാവം, കഴിവിൻ്റെ പരമം, നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്കൊക്കെ ചില സമയങ്ങളിൽ വീഴ്ചകളൊക്കെ ഉണ്ടാകും, ചില സമയത്ത് നമുക്ക് നമ്മുടെ സ്വഭാവം തന്നെ പറ്റാത്തതുണ്ടാകും. പക്ഷെ എന്നാലും നല്ല ഈ രീതികളിലേക്ക് അള്ളാഹു കൽപ്പിച്ചതാണ്, അള്ളാഹുവിൻ്റെ റസൂല് നമ്മോട് പഠിപ്പിച്ചതാണ്. ആ നിലക്ക് ഈ പറയുന്ന അധ്യാപനങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കുകയും കഴിവിൻ്റെ പരമാവധി ആ പറയുന്ന ഹക്കുകൾ വീട്ടാൻ നാം ശ്രമിക്കുകയും ചെയ്യണം. മുസ്ലിമായ അയൽവാസിയാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് 3 ഹക്കുകളാണ് ആ വ്യക്തിക്കുള്ളത്. മുസ്ലിമുമാണ്, കുടുംബക്കാരനുമാണ്, അയൽവാസിയാണെങ്കിൽ 3 ഹക്കുകളാണ്. ഒന്ന് തൻ്റെ ഖരീബാണ്, സിലത്തുർ റഹ്മി എന്ന് പറയുന്ന ബന്ധമുണ്ട്. മറ്റൊന്ന് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ എന്ന് പറയുന്ന സഹോദരി ആദർശത്തിൻ്റെ പേരിലുണ്ട്. മൂന്നാമത്തത് അയൽവാസിയാണ് എന്നുള്ളത്. ഇനി ഒരാൾ മുസ്ലിമാണ്, വീടിൻ്റെ അടുത്തുള്ളതാണെങ്കിൽ 2 ഹക്കുകളുണ്ട്. 2 ഹക്കുകളാണ്, ഒന്ന് ആദർശത്തിൻ്റെ പേരിലും ഒന്ന് അയൽവാസിയാണെന്നുള്ളത്. ഇനി കാഫിറാണ്, അയൽവാസിയാണെങ്കിൽ അയൽവാസി എന്ന് പറയുന്ന ആ ഒരു ബന്ധം അവരോടുണ്ട്. ആ പറയുന്ന ഹക്കുകൾ, ദുന്യവിയായ ഹക്കുകൾ വീട്ടിക്കൊടുക്കുന്നതിൻ്റെ കൂടെ നാം അവരോടുള്ള നല്ല സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന്, ശരിയായ ആ ആദർശത്തിനെക്കുറിച്ചും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് അത് ഉപകാരപ്പെടും. അതിന് ഏറ്റവും നല്ലൊരു തെളിവാണ് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ചരിത്രം. അദ്ദേഹം കൃത്യമായിട്ട് അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ ചോദിച്ച മസ്അല, അവർ ചോദിച്ച സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ മുമ്പ്. വല്ലദീ നഫ്സി ബിയദിഹി എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, യഥാർത്ഥ മുഅ്മിനാവുകയില്ല. അപ്പോൾ ഇത് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്, കാണേണ്ടതാണ്. ഈമാൻ പൂർണ്ണമായി എന്നല്ല, അതിൻ്റെ പൂർണ്ണത, ഈമാനിൻ്റെ പൂർണ്ണത അത് നഷ്ടപ്പെടും എന്ന് പറയുന്നത്. കാഫിറാണെങ്കിൽ പോലും അവരോട്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ജീവിക്കുന്ന നമുക്ക് വലിയ ഭാരിച്ച ബാധ്യത ഉണ്ട് താനും. മറ്റുള്ള ആളുകളുമായിട്ടുള്ള കൂടെ ജോലി ചെയ്യുന്നവർ, കൂടെ പഠിക്കുന്നവർ, അതേപോലെ തന്നെ അടുത്തുള്ള വീട്ടുകാർ കുഫാറുകളാണ് എന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ഈ പറയുന്ന വലിയ ബാധ്യതയുണ്ട്. നമ്മുടെ ഈ നല്ല സ്വഭാവങ്ങളും ദീനുൽ ഇസ്ലാമിൻ്റെ ആ ഉത്തമമായ ഗുണവിശേഷണങ്ങളും സ്വീകരിച്ച് അവർക്ക് ഇതിനോടുള്ളൊരു ആകർഷണവും ദീനിനോടുള്ള ഒരു ഇഷ്ടവും അതിലേക്ക് കടന്നു വരാനുള്ള താല്പര്യവും ജനിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ദഅവത്താണ് താനും. ഏറ്റവും മഹത്തായ നമ്മൾ നിർവഹിക്കേണ്ടുന്ന ബാധ്യതയാണ് താൻ. പിന്നെ അതിൻ്റെ ശേഷമുള്ളൊരു ഹദീസിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, അയ്യു ദംബി അഅ്ളമു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഗൗരവമുള്ള പാപം ഏതാണ്? ഏറ്റവും ഗൗരവമുള്ള പാപം. ഖാല, പ്രവാചകൻ പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നീ തുല്യരയാക്കുക എന്നുള്ളതാണ്. ഈ പറയുന്നത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്ന് പറയുന്നത് പ്രവാചകന്റെ സഹാബികളുടെ കൂട്ടത്തിൽ വലിയ പാണ്ഡിത്യമുള്ള, വലിയ ഇൽമുള്ള സഹാബിയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ചോദിക്കുന്നത്. അതിന് മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് മറുപടിയും കൊടുക്കുന്നത്. ഇന്ന് നമ്മുടെയുള്ള പൊതുസമൂഹത്തിൽ ഒരാളെ കണ്ടിട്ട്, ഒരു മുസ്ലിമിനെ കണ്ട് അല്ലെങ്കിൽ കുറച്ച് മുസ്ലിമീങ്ങളെ കണ്ടിട്ട് അവരോട് ചോദിക്കുകയാണ് ഏറ്റവും വലിയ തെറ്റേതാ എന്ന് ചോദിച്ചാൽ പലിശ ഭയങ്കര വലിയ തെറ്റാണ് അത് പറയുന്ന കുറച്ച് ആളുകളുണ്ടാകും. അതല്ലാന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തി അത് പറയുന്ന ആളുകളുണ്ടാകും. അതല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റുള്ള ആൾ മതസൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്തി അത് പറയുന്ന ആളുകളുണ്ടാകും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന് കൊടുത്ത മറുപടി അൻ തജഅല ലില്ലാഹി നിദ്ദൻ, ഷിർക്കാണ് ഏറ്റവും വലിയ തെറ്റ്. ഏറ്റവും വലിയ തെറ്റ് ഷിർക്കാണ്. അള്ളാഹുവിന് തുല്യരയാക്കുക എന്ന് പറയും. അള്ളാഹുവിനുള്ള ഹക്കുകൾ, അവനുള്ള അവകാശങ്ങളിൽ അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയോ വസ്തുവോ കടപിടിച്ചതാണ് എന്ന് ഒരാൾ വിശ്വസിക്കുക, അംഗീകരിക്കുക ഏറ്റവും വലിയ തെറ്റ്. അത് കഴിഞ്ഞിട്ടേ മറ്റുള്ള പാപങ്ങൾ മുഴുവനുമുള്ളൂ. മറ്റുള്ള തെറ്റുകൾ നിസ്സാരവൽക്കരിക്കല്ല. പലിശ നിസ്സാരമാണ്, വ്യഭിചാരം നിസ്സാരമാണ്, ചതിയും വഞ്ചനയും ഇതൊന്നും അല്ല എൻ്റെ അർത്ഥം. ഏറ്റവും വലിയത് ഏതാണ്, ഏറ്റവും ഗൗരവമുള്ളത് ഏതാണെന്നുള്ള ആ ഒരു വകതിരിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുണ്ടാക്കിയെടുക്കുമ്പോഴേ ആ ഷിർക്കിലേക്ക് പോകുന്ന വാക്കുകൾ, പ്രവൃത്തികൾ ആളുകളടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് നമുക്ക് അനുഭവപ്പെടുള്ളൂ. ഷിർക്കില്ലാതെ സൂക്ഷിക്കാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് ഇന്നതാണ്, അത് വലുതാണ്, മറ്റതാണ് വലുതാണ് എന്ന് പറയുമ്പോൾ ആളുകൾ ഇതിനെ നിസ്സാരവൽക്കരിക്കും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അൻ തജഅല ലില്ലാഹി നിദ്ദൻ, നീ അള്ളാഹുവിന് കടപിടിച്ച ഒരു വസ്തുവോ ഒരു വ്യക്തിയോ അവൻ്റെ സൃഷ്ടികളിൽ ഉണ്ട് എന്ന് പറയാം. മറ്റൊന്ന് അള്ളാഹുവിന് തുല്യനാണ് എന്ന് പറയാം. അതാണ് ഏറ്റവും വലിയ ഷിർക്ക്. എന്തുകൊണ്ട് ഇത് വലുതാണ് എന്ന് പറയാൻ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വഹുവ ഖലഖക്, നിന്നെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന പണിയെടുത്ത ആൾ അള്ളാഹുവാണ്. ഇവിടെ ബിംബങ്ങൾ ആരാധിക്കുന്ന ഒരുത്തനും പറയുന്നില്ല ഈ ബിംബങ്ങളാണ് അവരെ സൃഷ്ടിച്ചത്. ഈ ലോകം സൃഷ്ടിച്ചത് ബിംബങ്ങളാണെന്ന് ഒരുത്തനും പറയണം. ഇവിടെ ഈസാ നബിനെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും സാലിത്തു സലാത്ത എന്ന് 3-ൽ 3 അതല്ലെങ്കിൽ ഇലാഹാണ് എന്ന് പറയുന്നവർ പറയുന്നുണ്ടോ ഈസാ നബി അവിടെ സൃഷ്ടിച്ചത്? ഇല്ലല്ലോ. ഇതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ആ വലിയ ആ ഉത്തരവാദിത്വം, ആ ബാധ്യത അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു. അതാണ് ആ റുബൂബിയത്ത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ ഉലൂഹിയത്തിലേക്ക് നമുക്കത് വെളിച്ചം നൽകുകയും ചെയ്യുന്നവർ. റുബൂബിയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി റബ്ബ് ആരാണ് എന്നും അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അത് മനസ്സിലാക്കുകയും ചെയ്താൽ അതിൽ കൂടെ നമുക്ക് ഉലൂഹിയത്തിലേക്ക് പ്രേരണയും അതിലേക്കുള്ള വിവരം നമുക്ക് നൽകും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ മക്ക മുശ്രിക്കീങ്ങളോട് അവർ ചെയ്യുന്ന ശിർക്കിനെ ഗണ്ണിച്ചുകൊണ്ട് ആയത്തുകൾ ഇറങ്ങുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പലപ്പോഴും ഇതുപോലത്തെ ചോദ്യങ്ങൾ, ആകാശഭൂമിയെ സൃഷ്ടിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ അവരും അള്ളാഹുവാണ്. ജീവിപ്പിക്കുന്നവരും മരിപ്പിക്കുന്നവനും ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹു അല്ലാത്തതിനെ ആരാധിക്കുന്നു? ഖുൽതു, സഹാബി പറയാണ്, ഞാൻ ചോദിച്ചു, ഇന്ന ദാലിക ലഅളീം, അത് വലിയ ഒരു പാപം തന്നെയാണ്. കണ്ടോ, അവർക്ക് ഷിർക്കിന്റെ ഗൗരവം അവർ അത്ര തന്നെ ആ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കുകയും ചെയ്തു. ഷിർക്കൊക്കെ അത്ര വലുതാണ്, അതിലൊക്കെ ഇപ്പം എന്താ ഉള്ളത്? നമ്മളൊക്കെ സൗഹാർദ്ദത്തിന്റെ ആളുകളല്ലേ, നമ്മൾ മതസൗഹാർദ്ദക്കാരാ എന്ന് പറഞ്ഞ് വെഡിത്തരങ്ങൾ വിളിച്ചു പറയൽ. ഇന്ന ദാലിക ലഅളീമുൻ, പ്രവാചകന്റെ മുന്നിൽ വെച്ച് സഹാബിയോട് പറയാം, അത് വലിയൊരു പാപം തന്നെയാണ്. റസൂൽ അത് അംഗീകരിക്കുകയും ചെയ്തു. ഖുൽതു സുമ്മ അയ്യുൻ, പിന്നെ ഏറ്റവും വലിയ ഒരു തെറ്റ് പാപം ഏതാണ് അല്ലാഹുവിൻ്റെ റസൂലേ? ഖാല, അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, അൻ തഖ്തുല വലദക് തഖാഫു അൻ യത്അമ മഅക, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കും എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് നീ നിന്റെ കുഞ്ഞിനെ കൊല്ലുക. അഥവാ ഭക്ഷണം കഴിക്കുമെന്ന വിഭവങ്ങൾ കുറവാണ്. ഇന്ന് ഒരുപാട് ആളുകളുണ്ട്, 100 കോടിൻ്റെ മേലെയാണ്, ഭക്ഷണ സാധനങ്ങൾ കുറവാണ്, ഇവിടെ കിട്ടിയ തേയില എന്ന് പറഞ്ഞിട്ട് മക്കളെ കൊല്ലുക. അത് സ്വന്തം കുട്ടികളെ ഒരാൾ കൊല്ലുകയാണെങ്കിലും കുട്ടികളെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണെങ്കിലും അതിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങളും പ്രചാരണങ്ങളും നിയമങ്ങളും അത് നടപ്പാക്കുകയാണെങ്കിലൊക്കെ എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലൊക്കെ കുട്ടികളെ കുറക്കണം, എണ്ണം കുറക്കണം എന്ന് പറഞ്ഞ പോലെ പേടി എന്താ? കിട്ടിയൊക്കെ തയ്യില്ല. ഇവനേറ്റേ കൊടുക്കണത്. ഒരു കാലത്ത് അള്ളാഹുവിൻ്റെ റസൂല് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ സൗദി അറേബ്യ എന്ന് പറയുന്ന ഗൾഫ് രാജ്യങ്ങളിൽ കുറച്ച് ഒട്ടകങ്ങളും കുറച്ച് ഈത്തപ്പഴ മരങ്ങളും വേറെ കുറഞ്ഞ മറ്റു രാജ്യത്തു നിന്ന് വരേണ്ട വിഭവങ്ങളായി. ഇന്ന് അവിടുന്ന് ഭൂമിൻ്റെ അടിയിൽ നിന്നാണ് ആളുകൾ ഈ പറയുന്ന വിഭവങ്ങൾ കുഴിച്ചെടുത്തുകൊണ്ടേയിരിക്കുന്നു. സമ്പത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വിഭവങ്ങൾ, ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് തന്ന ഈ വിഭവങ്ങൾ ആളുകൾ നീതിയുക്തമായിട്ട് വിതരണം ചെയ്യുകയാണെങ്കിൽ സാധനം ഏറെയാണ്. ഭക്ഷണ സാധനങ്ങളാണെങ്കിലും ഇവിടെ ഉള്ള ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങൾ അത് ഏറെയാണ്. പക്ഷെ ഒരുപാട് ആളുകൾ അത് അവരുടെ ആർത്തി കൊണ്ടും അത്യാർത്തി കൊണ്ടും മറ്റുള്ള ആളുകളുടെ കണ്ണീരൊപ്പാൻ അവർ തയ്യാറാകാത്തത് കൊണ്ടും അവരത് അടക്കി ഒതുക്കി പൂത്തി അത് വെച്ചതുകൊണ്ടാണ് ഇവിടെ ദാരിദ്ര്യം ആളുകളും ഒരുപാട് കഷ്ടപ്പെടുന്നത്. ഇവിടെ ഓരോ പെരക്കാരുങ്ങളെ ഓരോരുത്തരുടെ പെരക്കാർ എത്ര സാധനങ്ങളുണ്ട് നിങ്ങൾ കൊണ്ടുപോയി വെച്ച് കൂട്ടി വെച്ചിട്ട് ഉണ്ടോ? ഇല്ല. അന്നാ നിൽക്കുള്ള സാധനങ്ങൾ പെരാളൊക്കെ ഇവിടെ ചെറിയൊരു ഷോപ്പിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ എത്ര സാധനങ്ങളാണ് അതിൽ ഒരു ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്.
എത്ര ദിവസത്തിന് കച്ചവടം ചെയ്യാനുള്ള സാധനങ്ങൾ. അതിൻ്റെ അപ്പുറത്ത് കുറച്ചുകൂടി വലിയൊരു ഗോഡൗണിക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ എത്രയുണ്ട്. ഇത് പിന്നീട് അവിടുന്ന് തലപ്പത്തുനിന്ന് വരുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ എത്രയുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്രയാണ്. കുന്നുപോലെ ഗോതമ്പ് ഒഴിഞ്ഞ സ്ഥലത്ത് സൗദി അറേബ്യയിൽ കൂട്ടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. കുന്നുപോലെ, ഇങ്ങനെ കുന്നുപോലെ ഗോതമ്പ്. അവിടെ അത് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമല്ല, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വിശാലമായി സുഭിക്ഷമായ നിഅമത്തുകൾ നൽകുന്നുണ്ട്. ഇവിടെ ആവശ്യം ആളുകൾ ഭൂമിയിൽ സ്ഥലമില്ല എന്ന് കരുതി ചന്ദ്രനിൽ 10 സെന്റ് കിട്ടുമോ എന്ന് പരിശോധിച്ച് നോക്കുന്നൊരു കാലഘട്ടമാണിത്. ചൊവ്വയിലും ചന്ദ്രൻ. ഭൂമി എന്ന വിശാലമാണ്. നമ്മളിവിടെ കോഴിക്കോടങ്ങാടി ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 സെന്റ് 10 സെന്റ് സ്ഥലം കിട്ടാല്ലാന്ന്. ഈ പറയുന്ന കുറച്ച് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയെന്നുണ്ടെങ്കിൽ വിശാലമായി പരന്ന് വിശാലമായി കിടക്കും. ഗൾഫിക്കൊക്കെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഭൂമിൻ്റെ ഒരു വലിപ്പം എത്രയാണ്, അതിൻ്റെ വിശാലത എത്രയാണ്, വിഭവങ്ങൾ എത്രയാണ്, കൃഷി ചെയ്യാനുള്ള പ്രദേശങ്ങൾ എത്രയാണ്, സൗകര്യങ്ങളും സംവിധാനങ്ങളും എത്രയാണ്. അപ്പോൾ ആളുകൾ പേടിച്ചിട്ട് കുട്ടികളെ കൊല്ലുക. ഒന്നിരിക്കൽ അവർ ജീവിച്ച് പ്രസവിച്ച് വന്നതിൻ്റെ ശേഷം കൊല്ലുക, അതല്ലെങ്കിൽ ഭ്രൂണഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനെ കൊല്ലാൻ വേണ്ടി ആളുകൾ പോകുക. ദാരിദ്ര്യം ഭയപ്പെട്ടത് കൊണ്ട് ഏറ്റവും വലിയ തെറ്റാണ്, ഏറ്റവും വലിയ തെറ്റാണ്. അവരും ജീവിക്കട്ടെ, അവരും പിറന്നു വരട്ടെ. നമ്മൾ ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ആസ്വദിക്കുന്നത് പോലെ അനുഭവിക്കുന്നത് പോലെ അവരും അനുഭവിക്കട്ടെ. നമുക്ക് കണക്കാക്കിയത് നമുക്ക് ലഭിക്കും, അവർക്ക് കണക്കാക്കിയത് അവർക്ക് ലഭിക്കും. ഒരു കുഞ്ഞ് അതിൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിലുള്ള സമയത്ത് 4 മാസമായാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ പറഞ്ഞയച്ചുകൊണ്ട് അവൻ്റെ ആയുസ് എത്ര കാലമാണ്, അവൻ്റെ റിസ്ക് ഈ ലോകത്ത് അവന് ലഭിക്കുന്ന വിഭവങ്ങൾ എത്രയാണ് എന്ന് എഴുതി രേഖപ്പെടുത്തി അന്ന് വെക്കണം. സുബ്ഹാനല്ലാഹ്. അതിൻ്റെ മുമ്പ് ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചും ചെയ്തിട്ടുണ്ട്. എന്തിനാ പിന്നെ നമ്മളെപ്പോലത്തെ ആളുകൾ നിസ്സഹായരായിട്ട് നമ്മൾ ആ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം എന്താ? അത് വലിയ തെറ്റാണ്, മക്കളെ കൊല്ലൽ. ഖുൽതു സുമ്മ അയ്യുൻ ഖാല അൻ തുസാനിയ ഹലീലത ജാരിക്. നിന്റെ അയൽവാസിയുടെ ഭാര്യയുമായി അവളുടെ സമ്മതത്തോടു കൂടെ, സമ്മതമല്ലെങ്കിലും പക്ഷേ ഈ പറഞ്ഞ വാക്ക് തുസാനിയ എന്ന് പറഞ്ഞാൽ സമ്മതത്തോടുകൂടെ വ്യഭിചാരം നടത്തുക എന്നുള്ള. വ്യഭിചാരം ആരേറ്റ് നടത്തിയാലും എപ്പോൾ നടത്തിയാലും അത് വലിയ തെറ്റാണ്, അത് പാപമാണ്. പക്ഷേ അയൽവാസി എന്ന് പറയുന്ന അവൻ വീടും പൂട്ടിയിട്ട് പോവുകയെ, അതല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു കണ്ണ് എൻ്റെ അയൽവാസിയുടെ സംരക്ഷണം എന്ന നിലയ്ക്ക് ഇവിടെ ഉണ്ടാകുന്നുള്ള ധാരണയിലാണ് പോവുക, അല്ലേ? അവൻ്റെ ഭാര്യയ്ക്കും അവൻ്റെ കുട്ടികൾക്കും അവൻ്റെ വീടിനും ഈ അയൽവാസി ബനക്കൊണ്ടൊരു സംരക്ഷണം ഉണ്ടാകും. എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ എന്ന് കരുതി പോകുക. അവൻ അവിടുന്ന് പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഭാര്യയുമായിട്ട് ഇവൻ അവിഹിതം നടത്തുക എന്ന് പറഞ്ഞു. വലിയ തെറ്റാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അയൽവാസിയുമായിട്ട് അവൻ ഉണ്ടാവേണ്ടിയിരുന്ന അയൽവാസി അവനിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഒരിക്കലും ഇങ്ങനത്തെ ഒരു വഞ്ചന അല്ലായിരുന്നു. അപ്പം ആ പറയുന്ന തെറ്റ് ഒരാൾ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാപമാണ് എന്നാണ് ഈ ഹദീസിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികളെ കൊല്ലുന്ന വിഷയത്തിൽ പറഞ്ഞു, ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. നഹ്നു നർസുഖുക്കും വ ഇയ്യാഹും. അവർക്കും നിങ്ങൾക്കും നമ്മളാണ് റിസ്ക് നൽകുന്നത്. വിഭവങ്ങൾ ആവശ്യമുള്ളത് അത് നൽകുന്നത് നമ്മളാണ്, നിങ്ങളാരുമല്ല അത് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ പറയുന്ന കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്, ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ശരീരങ്ങളെ ഒരിക്കലും വധിക്കാൻ പാടില്ല. അത് കുട്ടികളാണെങ്കിലും മറ്റുള്ള ആളുകളാണെങ്കിലും അത് വലിയ തെറ്റാണ്. മുഅ്മിനായൊരു മനുഷ്യനൊക്കെ ഒരാൾ കൊല്ലുക എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ വളരെ ഗൗരവമുള്ള ശിക്ഷകൾ, താക്കീതുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഖുർആനിലെ ആയാത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. തുസാനിയ എന്നുള്ള ആ വാക്ക് പറഞ്ഞത് 2 ഭാഗത്തിൽ നിന്ന് സമ്മതത്തോടു കൂടെ എന്നുള്ള അർത്ഥത്തിലാണ്. പെണ്ണ് തൃപ്തിപ്പെട്ടിട്ട്, ഇനിയിപ്പോൾ തൃപ്തി ഇല്ലെങ്കിൽ പോലും ബലാത്സംഗമായിട്ടോ അതല്ലെങ്കിൽ അവിടെ സമ്മതമില്ലാതെ ഏത് നിലക്കാണെങ്കിലും അത് ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ് ഈ ഹദീസിൽ കൂടെ. പിന്നെ 3-ാമത്തെ ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മറ്റു ഒരു തെറ്റിന് നമ്മുടെ വാക്കോ പ്രവൃത്തിയോ കാരണമാകുമെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാനാണ്. അൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മിനൽ കബാഇരി ശത്മുർ റജുലി വാലിദൈഹി. വൻ പാപങ്ങളിൽ പെട്ടതാണ് ഒരു മനുഷ്യൻ അവൻ്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ മാതാവിനെയോ പിതാവിനെയോ ചീത്ത വിളിക്കുക അത് വലിയ പാപങ്ങൾ, വൻ ദോഷങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ്. അപ്പോൾ ഖീല, സദസ്സിൽ വെച്ച് ചോദിക്കപ്പെട്ടു, വഹൽ യസുബ്ബുർ റജുലു വാലിദൈ. ഒരു മനുഷ്യൻ അവൻ്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുമോ? സത്യത്തിൽ
ഒരാൾ അവൻ്റെ ഉമ്മാനും വാപ്പാനും എങ്ങനെ പറയൂ എന്ന് ചോദിച്ചു. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, നഅം, അതുണ്ടാവും. യസുബ്ബു അബർ റജുൽ, ഒരാൾ മറ്റവന്റെ വാപ്പാനെ പറയും, അതല്ലെങ്കിൽ ഉമ്മാനെ പറയും. യസുബ്ബു അബാഹു, അപ്പൊ അവർ അതിന് പകരമായി ഇവന്റെ മാതാവിനെ പിതാവിനെ ഇങ്ങോട്ട് ചീത്ത വിളിക്കും. അതിന് കാരണക്കാരൻ ഇവനാവും. ഞാൻ ദേശത്തിന്റെ പേരിൽ മറ്റൊരാളെ വാപ്പാനെ ഉമ്മാനെ പറഞ്ഞാൽ അവൻ പകരമായിട്ട് എൻ്റെ മാതാവിനും പിതാവിനും പറയും. ആ പറയാനുള്ള കാരണക്കാരൻ ഞാനാകുക എന്ന് പറയുന്നത് ഞാൻ ഇവരെ നേരെ ചീത്ത വിളിക്കുന്നത് പോലെയാണ്. വയസുബ്ബു ഉമ്മഹു ഫയസുബ്ബു ഉമ്മഹു, ഇവൻ അവൻ്റെ മാതാവിനെ ചീത്ത വിളിക്കും, അപ്പം അതിന് പകരം എന്നോണം അവൻ എൻ്റെ ഉമ്മാനെ ചീത്ത വിളിക്കും. ഇതൊരിക്കലും നിങ്ങളുടെ ഭാഗത്തുണ്ടാവരുതേ. ഒരാൾ നേർക്ക് നേരെ അവൻ്റെ മാതാപിതാക്കളെ ചീത്ത വിളിക്കരുത്. അപൂർവം ചില മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുന്ന മക്കളുടെ വിവരങ്ങളൊക്കെ നമ്മൾ ചില വാർത്തകളിലൊക്കെ കേൾക്കലുണ്ട്. സ്വന്തം മാതാവിനെ കൊന്നോര്, സ്വന്തം പിതാവിനെ കൊന്നോര്, അവരെ കണക്കിലധികം കഷ്ടപ്പെടുത്തുന്നവർ, പ്രത്യേകിച്ച് ഈ പറയുന്ന ലഹരി ഉപയോഗം കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ സാമ്പത്തികമായിട്ട് അവർക്കതിന് ബുദ്ധിമുട്ട് വരുമ്പോൾ മാതാപിതാക്കൾ അവർ ചോദിക്കുന്നത് കൊടുക്കാതിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കേൾക്കലുണ്ട്. അത് വളരെ വലിയ തെറ്റാണ്. ഇനി ഒരാൾ അവൻ്റെ മാതാപിതാക്കൾ നേർക്ക് നേരെ അവൻ പറയല്ല, അവരെ മറ്റൊരാൾ ചീത്ത വിളിക്കാനോ പ്രയാസപ്പെടുത്താനോ അവരെ അപമാനിക്കാനോ ഒക്കെ ഇവൻ കാരണക്കാരനാകും. ഇവൻ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്തിട്ട്, ഇവൻ എന്തെങ്കിലും മറ്റുള്ള ആളുകൾക്ക് വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഇവൻ്റെ മാതാവിനെ പിതാവിനെ അവർ ചീത്ത വിളിക്കാനോ അതല്ലെങ്കിൽ ആക്ഷേപിക്കാനോ അവർ മാതാപിതാക്കളെ വന്ന് ഉപദ്രവിക്കാനോ കാരണമാകാം. മക്കൾ വേറെ എവിടെയെങ്കിലും ചെന്ന് വൃത്തികേട് ചെയ്തിട്ട് ആളുകൾ വന്നിട്ട് ഇവൻ്റെ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തും. അതിനുള്ളൊരു ഇട നിങ്ങളുടെ മക്കളുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവരുതേ. ഏതൊരു തെറ്റാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ പറയുന്നൊരു കാര്യം ചെയ്യുന്നത് കാരണം അതിലേറെ വലിയൊരു തെറ്റിന് സാധ്യതയുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളെ ബിംബങ്ങളെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. എന്താ ചീത്ത വിളിക്കരുത്? ബിംബങ്ങളെ ആദരിക്കണം ബഹുമാനിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ബിംബങ്ങളും വിഗ്രഹങ്ങളും ആദരവിനും ബഹുമാനം അർഹത ഉള്ളതുമല്ല. പക്ഷെ നിങ്ങൾ അതിനെ ചീത്ത വിളിക്കാൻ പോയാൽ ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽം, അവരുടെ വിഡ്ഢിത്തരം കാരണം ശത്രുത വെച്ചിട്ട് അവർ അള്ളാഹുവിനെ ചീത്ത വിളിക്കും. അപ്പം അള്ളാഹുവിനെ അവർ ചീത്ത വിളിക്കാൻ നിങ്ങൾ കാരണക്കാരാവരുത്. അള്ളാഹുവിൻ്റെ ദീനിനെ ആളുകൾ വെറുക്കാൻ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും കാരണമാകരുത്. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകൾ വരാതിരിക്കാൻ നിങ്ങളുടെ വിഡ്ഢിത്തരങ്ങളും കാര്യങ്ങളും പ്രേരണയാവരുത്. ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട വിഷയങ്ങളാണ്. അതേപോലെ ഒരു തെറ്റ് ആര് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ എതിർക്കാൻ പോയാൽ അതിലേറെ വലിയ വിപത്തും അപകടങ്ങളും തെറ്റുകളും ഇവിടെ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ അവിടെയും തന്നെ ആ തെറ്റിനെ നമ്മൾ ഇൻകാർ ചെയ്യാൻ പാടില്ല. പ്രകടനങ്ങൾ വേറുള്ളത് ഭരണാധികാരികൾ വേറെ എന്തെങ്കിലും നിയമങ്ങൾ കൊണ്ടുവരുമ്പോഴേക്ക് റോട്ടിലിറങ്ങിയിട്ട് കല്ലെടുത്തെറിഞ്ഞിട്ട് അവിടെ സാധനങ്ങൾ നശിപ്പിച്ചിട്ട് പിന്നീട് അതിൻ്റെ പേരിൽ വലിയ വലിയ വിപത്തുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വ്യക്തികൾക്കും സമൂഹത്തിനും നാട്ടിനുമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളോട് ക്ഷമ അവലംബിക്കാൻ വേണ്ടി ആ തെറ്റിന് നമ്മൾ തൃപ്തിപ്പെട്ടിട്ടല്ല. പക്ഷെ അതുകൊണ്ട് അതിലും വലിയ ബുദ്ധിമുട്ടുകൾ വരും എന്നുണ്ടെങ്കിൽ ആ തെറ്റായ കാര്യത്തിനെ തൽക്കാലം നമ്മൾ എതിർക്കാൻ പോകരുത്. സാഹചര്യങ്ങൾ മാറിയിട്ടോ അതല്ലെങ്കിൽ അതിലുള്ള മറ്റുള്ള പരിഹാര മാർഗങ്ങൾ അന്വേഷിച്ചിട്ടൊക്കെ അത് ചെയ്യുക എന്നല്ലാതെ നേർക്ക് നേരെ അത് എതിർക്കാൻ പോയി അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കരുതേ എന്ന് പറയുന്ന ഒരു പൊതു അധ്യാപനം കൂടി ഈ ഹദീസിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ പറഞ്ഞ ഹദീസുകളിലൊക്കെ പറഞ്ഞതുപോലത്തെ മഹത്തായ ദീനുൽ ഇസ്ലാമിൻ്റെ ആദാബുകൾ മുൻഗാമികളായ ആളുകൾ നമുക്ക് അത് കാണിച്ചു തന്നതുപോലെ നമ്മൾ അത് ഉയർത്തിപ്പിടിക്കാനും ആ ആദാബുകൾ മഹത്തായ ഈ നോമ്പ് പോലത്തെ ഇബാദത്തുകളിൽ കൂടെ അത് നേടിയെടുത്ത് അള്ളാഹുവിനോടുള്ള ഹക്കുകളും അള്ളാഹുവിൻ്റെ അടിമകളോടുള്ള ഹക്കുകളും ബാധ്യതകളും അത് കൃത്യമായി പാലിച്ച് തഖ്വ എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാനം കരസ്ഥമാക്കാൻ നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഈ പറയുന്ന ഇബാദത്തുകളിൽ കൂടെ സ്വന്തം ശരീരത്തിനെ നിയന്ത്രിക്കാനും മനസ്സിനെ നിയന്ത്രിക്കാനും നമ്മുടെ വാക്ക് പ്രവൃത്തികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നാം ഈ ലോകത്ത് നിർവഹിക്കേണ്ടുന്ന ഏറ്റെടുത്ത ബാധ്യതകൾ കൃത്യമായി പാലിക്കാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.
ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിത് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി.